കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ ഒരു ബട്ടർ പനീർ മസാലയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിനായി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ വേണം. ഇതിനായി 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 3 കാശ്മീരി മുളക് ഞാൻ അല്പം ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ് സമയം കുതിർത്തെടുത്തിരുന്നു. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളകില്ല എങ്കിൽ നിങ്ങൾ വറ്റൽ മുളകാണ് എടുക്കുന്നതെങ്കിൽ 1 മുളകിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നീട് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് 6 7 കാഷ്യൂ നട്ട്സ് ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്യൂ നട്ട്സ് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് മാത്രം ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവ ചേർത്ത ശേഷം ചെറിയ തീയിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 3 മിനിറ്റ് സമയം മാത്രമാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം ഇട്ട് ഇതിങ്ങനെ വഴറ്റിയെടുക്കാൻ പാടില്ല. കാരണം ഈ പനീർ പെട്ടെന്ന് ഹാർഡായി പോകുന്നതാണ്. അതുകൊണ്ട് ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇത് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. പിന്നീട് ഞാൻ ഈ പനീറെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 3 ഗ്രാമ്പുവും 2 ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർത്ത് നന്നായി ചൂടാവുന്നവരെ വഴറ്റിയെടുക്കുക. നന്നായി ചൂടായതിന് ശേഷം പിന്നീട് ഇതിലേക്ക് 2 സവാള നന്നായി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ അരിഞ്ഞെടുക്കാൻ പാടില്ല. ഇങ്ങനെ പൊടിയായി അരിഞ്ഞതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക. ആ ഉള്ളി നന്നായി വഴന്ന് കിട്ടുന്ന സമയം വരെ ചെറിയ തീയിലിട്ട് തന്നെ ഞാനിതിവിടെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെളുത്തുള്ളി കൂടെ ചേർത്തതിന് ശേഷം ഇത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം പിന്നീട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ നിന്നും മസാല മുഴുവനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ ചെറിയ തീയിലിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ച് ഇതേ രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ടില്ലെങ്കിൽ ആ മസാലയുടെ പച്ചമണം നിങ്ങൾക്ക് കറിക്ക് ഉണ്ടാക്കുമ്പോൾ അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ രീതിയിൽ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം.
ഈ സമയത്ത് മസാലയെല്ലാം ആവശ്യത്തിന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതുകൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് സമയം ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയെല്ലാം ആവശ്യത്തിന് നന്നായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പനീർ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സമയം കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 10 മിനിറ്റിന് ശേഷം ഞാനിതിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ പനീറെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കുറുകിയ ഒരു ടെക്സ്ചറിലാണ് ഞാൻ ഈ പനീർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടാണ് ഇവിടെ പനീർ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇല്ല എങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ആ ഉപ്പും മധുരവും എല്ലാം ഒന്ന് ബാലൻസായി കിട്ടുന്നതാണ്. അപ്പോൾ ഫ്രഷ് ക്രീം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായ പനീർ ബട്ടർ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് അപ്പത്തിനും നാനിനും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.